പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലഡാക്ക് സന്ദർശനത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് ന്യൂസ് ട്രാക്ക് ആദ്യം പോകുന്നത്. ഈ ഘട്ടത്തിൽ ചൈനയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഈ വിഷയത്തിൽ സമചിത്തതയോടെ പെരുമാറണമെന്ന ഉപദേശം ചൈനയുടെ വിദേശകാര്യ വക്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഇന്ത്യയുമായി ആശയവിനിമയം തുടരുകയാണെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ പ്രതികരണം. പ്രധാനമന്ത്രി ലഡാക്കിൽ തുടരുകയാണ്. അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വൈകുന്നേരം ഡൽഹിയിൽ എത്തിയ ശേഷം പ്രതിരോധ ഉപസമിതിയുടെ ഉന്നതതല യോഗം പ്രധാനമന്ത്രി അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അപ്രതീക്ഷിതമായിരുന്നു പ്രധാനമന്ത്രിയുടെ ലേ ലഡാക്ക് സന്ദർശനം. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ലേയിൽ നിന്നും ലഡാക്കിലെത്തിയ ശേഷമാണ് മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞത്. അദ്ദേഹം മുൻനിര പോസ്റ്റുകൾ സന്ദർശിച്ചു, പരിക്കേറ്റ സൈനികരെ കണ്ടു, ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക കരസേനാ മേധാവിയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രധാനമന്ത്രിയെ അനുഗമിച്ചിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ ലഡാക്ക് സന്ദർശനം തുടരുകയാണ്. ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ആർക്കെ, പ്രധാനമന്ത്രി ഇപ്പോൾ അവിടെ ഒരു ഉന്നതതല യോഗത്തിൽ ഡൽഹിയിൽ വന്ന ശേഷം ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ലഡാക്കിൽ അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. ആർമി ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹം ഇപ്പോൾ പോയിട്ടുണ്ട്. അവിടുത്തെ ജവാന്മാരെ കാണാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്ന് പറയുന്നു. മുൻനിര പോസ്റ്റുകളിൽ അദ്ദേഹം നേരിട്ടെത്തി സേനാംഗങ്ങളുമായി സംസാരിച്ചു. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലെ സുരക്ഷാ വിന്യാസം, സേനാ വിന്യാസം ആകെ അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആർക്കെ? വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ലേയിലെ സൈനിക വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനം വരുന്ന ഘട്ടത്തിൽ വരെ ഈ സന്ദർശനത്തിന് എത്തുന്ന മുഖ്യ സൈനിക മേധാവി ആണ് എന്നുള്ള നിരീക്ഷണമായിരുന്നു അവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥർക്ക് അടക്കമുള്ളത് ഉണ്ടായിരുന്നത്. പക്ഷേ പ്രധാനമന്ത്രി എത്തിയതോടുകൂടി സാഹചര്യങ്ങൾ അവിടെ മാറി. പ്രാദേശിക മാധ്യമങ്ങൾ മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ദേശീയ മാധ്യമങ്ങളോട് പോലും എത്തുന്നത് പ്രധാനമന്ത്രിയാണെന്ന് പോലും സൂചിപ്പിക്കപ്പെട്ടിരുന്നില്ല. തുടർന്നാണ് അവിടെ നിന്ന് നേമുവിലെ സൈനിക താവളത്തിലേക്ക് ഹെലികോപ്റ്ററിൽ എത്തിയത്. ആ ഘട്ടത്തിലും സൈനികർക്ക് പോലും പ്രധാനമന്ത്രി എത്തുന്നു എന്ന വിവരം അറിയുന്നുണ്ടായിരുന്നില്ല. തുടർന്നാണ് അദ്ദേഹം അവിടെ ഹെലികോപ്റ്ററിൽ എത്തിയത്. അവിടെ സൈനികരെ അദ്ദേഹം സന്ദർശിച്ചു. സന്ദർശിച്ച ഘട്ടത്തിൽ മേജർ ഹരീന്ദർ സിംഗ് ഈ ഇന്ത്യ ചൈന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ പങ്കെടുത്ത അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നിലവിലുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ച് നൽകി. അതിർത്തിയിലെ ഫോർവേഡ് പോയിന്റിലാണ് അദ്ദേഹം എത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത് ചൈനയുമായി ബന്ധപ്പെടുന്ന മറ്റൊരു പോസ്റ്റിൽ കൂടി പോകാനുള്ള താല്പര്യം തുടർന്ന് പ്രധാനമന്ത്രി അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശന പരിപാടികൾ രണ്ടാമത്തെ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നലെ രാജ്നാഥ് സിംഗിൻ്റെ സന്ദർശനം ഏതൊക്കെ വിധത്തിലാണോ നിശ്ചയിച്ചിരുന്നത് ആ കാര്യപരിപാടികൾ മൊത്തം പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശന പരിപാടിയുടെ ഭാഗമാക്കിയായിരുന്നു സന്ദർശനം നടന്നത് എന്നത് തന്നെയാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഭവിക്കുന്നത്. ഒന്ന്, സൈനികരെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. സൈനിക ആശുപത്രിയിൽ നേരത്തെ തന്നെ കരസേനാ മേധാവി എത്തിയ ഘട്ടത്തിൽ ഉണ്ടായ വൈകാരികപരമായിട്ടുള്ള ആ ഒരു സാഹചര്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഒരുപക്ഷെ സൈനികർക്ക് ഇന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടാവുക എന്നത് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനിടയിലാണ് ചൈനയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ചൈനയുടെ വിദേശകാര്യ വക്താവിന്റെ പ്രതികരണം ഇപ്പോൾ വന്നിരുന്നു. ഈ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുന്ന നടപടികൾ ആരും സ്വീകരിക്കരുത് എന്നാണ് ചൈനയുടെ വിചിത്രമായ പ്രതികരണം. ആ നടപടികൾ തുടർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണ് എന്ന് നമുക്ക് അറിവുള്ളതാണ്. അതിനിടയിലാണ് ചൈനയുടെ ഈ പ്രതികരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ചൈനയുടെ വിദേശകാര്യ വക്താവിന്റെ പ്രതികരണവും അക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഇന്ത്യയുമായി നെഗോഷിയേഷൻ നടക്കുന്നു എന്നും വിദേശകാര്യ വക്താവ് പറയുന്നുണ്ട്. ഇത് ചൈന ഈ ഒരു നീക്കം ഒരുപക്ഷെ ചൈനയെ കാര്യമായി അലോസരപ്പെടുത്തിയിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വിജയൻ. കാരണം ഇന്നലെ തന്നെ ഇന്ത്യ ഏതാണ്ട് 100-ലധികം രാജ്യങ്ങളുമായി നയതന്ത്ര തലത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇന്ത്യ വിശദീകരിക്കാൻ ശ്രമിച്ചത് ചൈന അന്തർദേശീയ തലത്തിൽ ഉന്നയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ വാസ്തവം ഇന്ത്യ
തെളിവ് സഹിതം പുറത്തുവിടാൻ തയ്യാറാണ് എന്ന വാദമാണ് ഇന്ത്യ നിരത്തിയത്. ഇതിനനുബന്ധമായിട്ടുള്ള വിവരങ്ങൾ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു. ഹോങ്കോങ് വിഷയത്തിൽ അടക്കം ഇന്ത്യ സ്വീകരിച്ച നിലപാട് ചൈനയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. പാകിസ്ഥാനിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉണ്ടായ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ പ്രതിക്കൂട്ടിലാക്കാൻ നടത്തിയ നീക്കം, ചൈനയുടെ നീക്കം പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്, മാത്രമല്ല അമേരിക്ക ഇന്നലെ പ്രത്യേകിച്ച് ഹോങ്കോങ് വിഷയത്തിൽ ഒരു ബില്ല് പാസ്സാക്കുകയും ഇന്നത് പ്രസിഡന്റ് ഒപ്പിടാനായി പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ ചൈനയെ സംബന്ധിച്ച് വളരെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നത് തന്നെ ചൈനയ്ക്ക് വലിയ മാനസികമായും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആ നിലയിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാജ്യത്തെ സൈനികർക്കാകെ ആത്മവിശ്വാസം പകരുന്ന, അതിർത്തിയിലുള്ള സൈനികർക്ക് പ്രത്യേകിച്ച് അവർക്കൊപ്പമാണ് രാജ്യം മുഴുവൻ എന്ന സൂചനയാണ് പ്രധാനമന്ത്രി നൽകുന്നത്. ഈ നിമിഷം പ്രധാനമന്ത്രി എവിടെയാണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം ഇപ്പോൾ അവിടെയുള്ള ലഡാക്കിലെ സൈനിക ആശുപത്രിയിൽ സന്ദർശിച്ചുവെന്ന് DD ന്യൂസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. DD ന്യൂസ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം ലഡാക്കിലെ മിലിറ്ററി ഹോസ്പിറ്റലിൽ ഗാൽവൻ വാലിയിൽ പോരാടിയ ധീര സൈനികരെ കാണാനെത്തി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 മിനിറ്റ് മുമ്പാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം അവിടെ ഉണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നത്, അദ്ദേഹം ഏരിയൽ സർവേ നടത്തുന്നുണ്ട് അതിർത്തിയിലാകെ എന്നതാണ് മറ്റൊരു വിവരം. അതായത് അതിർത്തിയിലെ സുരക്ഷാ വിന്യാസം പ്രധാനമന്ത്രി ആകാശത്തു നിന്ന് നിരീക്ഷിക്കുകയും ചെയ്യും എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഓരോ നിമിഷവും ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തയാണ് ലഡാക്കിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷം പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അതിലേക്ക് പ്രതിരോധ ഉപദേഷ്ടാവിനെ അജിത് ഡോവലിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 3 സേനാ മേധാവികളെയും അദ്ദേഹം ആ യോഗത്തിലേക്ക് വിളിച്ചേക്കുമെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ആ നിലയിൽ ഡൽഹിയിൽ ഇനി നടക്കാൻ പോവുകയാണ്. നമുക്ക് വളരെ വേഗത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരള കോൺഗ്രസ് ജോസ് വിഭാഗം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇടതുമുന്നണിയിലേക്കാണ് ജോസ് വിഭാഗം നീങ്ങുന്നത് എന്ന സൂചന ശക്തമാണ്. CPM നേതാക്കൾ ആകെ ആ നീക്കത്തെ സ്വാഗതം ചെയ്ത് രംഗത്ത് വന്നിട്ടുമുണ്ട്. CPI കടുത്ത വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ആ നീക്കത്തോട് ജോസ് വിഭാഗത്തിൽ വലിയ എതിർപ്പ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റോഷി അഗസ്റ്റിനും തോമസ് ചാഴികാടനും ഞങ്ങൾ ഇടതുമുന്നണിയിലേക്കില്ല എന്ന് ജോസ് കെ മാണി അറിയിച്ചുവെന്നാണ് ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. CG ദിൽജിത്ത് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും. ദിൽജിത്ത്, നമ്മളുടെ നിർണായക ബ്രേക്കിംഗ് ആണ്, പൊളിറ്റിക്കൽ ബ്രേക്കിംഗ് ആണ്, ഇന്നത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തലക്കെട്ടുമാണത്. എന്താണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തിൽ ഇപ്പോൾ നടക്കുന്നത്? വിജയകുമാർ, നമ്മൾ 4 ദിവസം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ LDF-ലേക്ക് പോകുന്ന ചർച്ചയിൽ അതൃപ്തരായ വലിയൊരു വിഭാഗം ജോസ് ഗ്രൂപ്പിൽ ഉണ്ട്. ഈ ഒരു അതൃപ്തി ഇപ്പോൾ ഇവർ നേരിട്ട് ജോസ് കെ മാണിയെ അറിയിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് പുറമെ മറ്റ് നേതാക്കളും, ഈ ജനപ്രതിനിധികളല്ലാത്ത മറ്റ് നേതാക്കൾക്കും ഈ ഒരു നീക്കത്തിൽ അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് LDF-ലേക്ക് പോകുമ്പോൾ ഏത് തരത്തിലാകും ഈ അധികാര സ്ഥാനങ്ങൾ, ഈ സീറ്റുകളും മറ്റ് സ്ഥാനങ്ങളും അടക്കം പങ്കിടുക എന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ നേതാക്കൾ ഈ ഒരു അതൃപ്തി പരസ്യമായി ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ഇന്ന് 2 മണിക്ക് ഒരു വാർത്ത പുറത്തു വന്ന പശ്ചാത്തലത്തിൽ 2 മണിക്ക് തോമസ് ചാഴികാടൻ MP വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വാർത്ത നിഷേധിച്ചുകൊണ്ടാകും അദ്ദേഹം രംഗത്ത് വരിക എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ ഈ ഒരു പാർട്ടിക്കുള്ളിൽ ജോസ് കെ മാണിയെ ഈ ഒരു വിയോജിപ്പ് നിലവിൽ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ നിരവധി നേതാക്കളും ഇത്തരത്തിലൊരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഷി അഗസ്റ്റിനും ഇടുക്കിയിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഏതായാലും ഈ ഒരു അതൃപ്തിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം UDF-മായി ചർച്ച, UDF-ലേക്ക് തിരിച്ചു പോകാനുള്ള ചർച്ചകളുടെ ഭാഗമായി അത്തരത്തിലുള്ള ചർച്ചകൾ കൂടി സജീവമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയെ കണ്ട് ഈ തരത്തിലുള്ള ചർച്ചകൾ നടത്തി എന്ന ഒരു വിവരം കൂടി ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. ഈ UDF പുറത്താക്കിയ ശേഷം സ്വതന്ത്രമായി നിൽക്കുക എന്നൊരു തീരുമാനമെടുത്ത ആ ഒരു സമയത്ത് തന്നെ തിരിച്ചു പോകാനുള്ള ചർച്ചകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയാം റോഷി അഗസ്റ്റിൻ പല തവണയും ഈ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് മറുപടി നൽകിയത്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുമായുള്ള റോഷി അഗസ്റ്റിന്റെ കൂടിക്കാഴ്ച UDF-ലേക്ക് മടങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുന്നതിന് വേണ്ടിയാണോ, അതോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കത്തിന് റോഷി അഗസ്റ്റിൻ തയ്യാറെടുക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ ഹൃദയബന്ധം അവസാനിച്ചു, UDF-മായി ഹൃദയബന്ധം അവസാനിച്ചു എന്ന് ജോസ് കെ മാണി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലും UDF-മായുള്ള ചർച്ചകൾ വീണ്ടും ഈ മുന്നണിയിലേക്ക് തിരിച്ചു വരാനുള്ള ചില ഉപാധികൾ വെച്ചിരുന്നു UDF. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി രാജിവെച്ചാൽ തിരികെ വരാനുള്ള ഒരു അവസരമുണ്ട് എന്ന തരത്തിൽ ഈ ഒരു ചർച്ചയ്ക്കുള്ള അവസരം വിനിയോഗിക്കാനുള്ള ഒരു താല്പര്യം റോഷി അഗസ്റ്റിന് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിലുള്ള നീക്കങ്ങൾ, ആ തരത്തിലുള്ള ചർച്ചകൾ, സംസാരങ്ങൾ അത് കൂടുതൽ നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടിയുമായി ചർച്ച നടത്തിയിട്ടുള്ളത് എന്നാണ്
മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ജോസ് കെ മാണി ഈ ഒരു നീക്കത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ ഹൃദയബന്ധം അവസാനിപ്പിച്ച് പോയ ഒരു മുന്നണിയുമായി ഇനി ചർച്ചയ്ക്കില്ല, അതിന് പ്രസക്തിയില്ല എന്ന് തന്നെ പറയുന്നു. അതോടൊപ്പം ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നു. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലടക്കം ഒറ്റയ്ക്ക് നിന്ന് കരുത്ത് തെളിയിക്കുക, ആ കരുത്ത് തെളിയിച്ച ശേഷം മുന്നണികളുമായി ചർച്ചയിലേക്ക് പോകുക എന്നൊരു നിലപാടാണ് രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ എൻ ജയരാജ് MLA കഴിഞ്ഞ ദിവസം 24നോട് വ്യക്തമാക്കിയത്. ഈ ഒരു നിലപാടിൽ തന്നെയാണ് ഔദ്യോഗിക ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ഈ തരത്തിലൊരു നീക്കം നടത്തുന്നതിനോട് വിയോജിപ്പുള്ള ആളുകളാണ് ഇപ്പോൾ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ദിൽജിത്ത് അടുത്ത മണിക്കൂറുകളിൽ പരിശോധിക്കാം. അത് വികസിച്ചുകൊണ്ടിരിക്കുന്ന, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി തന്നെയാണ്. അത് നമുക്ക് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുകയും ആവാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത വാർത്തയും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോൾ AKG സെന്ററിൽ നടക്കുകയാണ്. ഇടതുമുന്നണി പ്രവേശനം എന്ന നീക്കം ജോസ് കെ മാണി വിഭാഗം ശക്തമാക്കിയ സാഹചര്യത്തിൽ അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു CPIM നേതാക്കൾ. പക്ഷേ CPIക്ക് അക്കാര്യത്തിൽ വിയോജിപ്പുണ്ട്. ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് വരും. പ്രത്യേകിച്ച് CPIയുടെ വിയോജിപ്പും ചർച്ചയ്ക്ക് വരും. തനേഷ് തമ്പി കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം 4 മണിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചേക്കും. ഇതുവരെയുള്ള ചർച്ചകളുടെ ഒരു പൊതു സ്വഭാവം എന്താണ് തനേഷ്? വിജയകുമാർ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അല്പം മുൻപാണ് സമാപിച്ചത്. നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയതേ ഉള്ളൂ. ചില മന്ത്രിമാർ മാത്രമാണ് ഇവിടെ നിന്നും പോയത്. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഈ വിഷയം ചർച്ച ചെയ്തു. അതായത് ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണി വരുമോ എന്നുള്ള കാര്യമല്ല, UDF-ൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു വിലയിരുത്തൽ UDF അതിൻ്റെ തകർച്ചയുടെ വക്കിലാണ് എന്നുള്ളതാണ്. UDF കേരള കോൺഗ്രസ് ഇല്ലാതെ അങ്ങേയറ്റം ദുർബലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. LDF-ന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുന്നു. വീണ്ടും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയ്ക്കാണ് ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളിൽ, അതായത് ജോസ് കെ മാണി പക്ഷം ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നതുവരെ മറ്റെന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറി എടുത്തിരിക്കുന്നത്. അതായത് ധൃതി വേണ്ട, ഇക്കാര്യങ്ങളിൽ ചർച്ചകൾ ആവാം, ധൃതി വേണ്ട. CPI ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പും കാനം രാജേന്ദ്രന്റെ പ്രസ്താവന അടക്കമുള്ള കാര്യങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി പരിശോധിച്ചു. ഈ കാര്യത്തിൽ ധൃതി വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, അതായത് ഏറ്റവും പ്രധാനം ജോസ് കെ മാണി വിഭാഗം എടുക്കുന്ന രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. അത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപനം അവരുടെ ഭാഗത്തു നിന്ന് വരട്ടെ. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് പോയാൽ മതി എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിരിക്കുന്നത്. വിജയകുമാർ. ശരി തനേഷ്, നമുക്ക് ഒരു പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിക്ക് ഉണ്ടാകും. അദ്ദേഹം അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയേക്കും. അതിനിടയിലാണ് തനേഷും ശ്രദ്ധിച്ചിരിക്കുമല്ലോ, കേരള കോൺഗ്രസിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നു. ഇടതുമുന്നണിയിലേക്ക് പോകുന്നതിനോട് ആ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾക്ക്, പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, MLA-മാർക്കടക്കം വിയോജിപ്പുണ്ടെന്നാണ് കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രതികരണങ്ങളും ആ ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് കൂടുതൽ ലഭ്യമാകും. വളരെ വേഗത്തിൽ മറ്റൊരു രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെയാണ് ന്യൂസ് ട്രാക്ക് കടക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ട് മുസ്ലിം ലീഗിന് തിരിച്ചടിയാകുമെന്ന് SYS സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി അറിയിച്ചിരിക്കുന്നു. 24-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് നാസർ ഫൈസി കൂടത്തായി ഈ നിലപാട് വ്യക്തമാക്കിയത്. മതരാഷ്ട്രവാദികളാണ് ജമാഅത്തും വെൽഫെയർ പാർട്ടിയും. മതേതര കക്ഷികൾ അവരുമായി സഖ്യമുണ്ടാക്കരുത്. സഖ്യമുണ്ടാക്കിയവർക്ക് മതേതര വോട്ട് നഷ്ടമാകും. അക്കാര്യത്തിൽ ലീഗ്, യൂത്ത് ലീഗ് നേതാക്കളിൽ എതിർപ്പുണ്ടെന്നും നാസർ ഫൈസി കൂടത്തായി 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ആദ്യം, ഒരു ജനാധിപത്യ മതേതര മതസൗഹൃദ സംഘടന എന്ന നിലയിൽ മുസ്ലിം ലീഗ് ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ സഖ്യമാകുമെന്ന ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ നിലപാട് കൊണ്ട് വ്യതിചലിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കും. അതുകൊണ്ട് ലീഗ് ആ ഒരു രീതിയിലേക്ക് സ്വീകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വവും മുസ്ലിം യൂത്ത് ലീഗും ഒക്കെ ശക്തമായി മതരാഷ്ട്രവാദത്തോടും തീവ്രവാദത്തോടും ഒരു നിൽക്കും കോംപ്രമൈസ് ആവില്ല എന്ന നിലപാട് തന്നെയാണെന്നാണ് ഞങ്ങളിപ്പോഴും മനസ്സിലാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് സമസ്ത നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് ഇന്ന് നാസർ ഫൈസി കൂടത്തായുമായി സംസാരിച്ചത്. ദീപക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, ഈ ലീഗ് വെൽഫെയർ പാർട്ടി സഖ്യം എന്നത് ഏതാണ്ട് ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. പല തലങ്ങളിൽ അതിന് ചർച്ചകൾ നടക്കുന്നുണ്ട്. 2 പാർട്ടികളും അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. CPIM അക്കാര്യത്തിലുള്ള രാഷ്ട്രീയ വിയോജിപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംസ്ഥാന നേതൃത്വം ലീഗിനോട് ഇക്കാര്യത്തിൽ പറയാൻ പോകുന്നത്? അത്തരമൊരു കൂട്ടുകെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണില്ല, ഞങ്ങളുടെ പിന്തുണ ഉണ്ടാവില്ല എന്ന സന്ദേശം തന്നെയല്ലേ? അതുതന്നെയാണ് വിജയൻ. കൃത്യമായി പറഞ്ഞാൽ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട
വോട്ട് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ മതപരമായി അത് EK സുന്നി വിഭാഗത്തിൻ്റെതാണ്, സമസ്തയുടേതാണ്. ഒരുപക്ഷെ പ്രാദേശിക തലത്തിലുള്ള മദ്രസകൾ, പള്ളികൾ മുതൽ സംസ്ഥാന തലം വരെയുള്ള സമസ്തയുടെ സംഘടനാപരമായ സ്വാധീനം കൃത്യമായി വോട്ട് ബാങ്കായി എക്കാലത്തും കിട്ടിക്കൊണ്ടിരുന്നത് മുസ്ലിം ലീഗിലാണ്. പക്ഷേ ചില നിർണായക ഘട്ടങ്ങളിലെല്ലാം ലീഗിനെ തിരുത്താനും ലീഗിനെ മുൾമുനയിൽ നിർത്താൻ പോലും സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. അത് രാഷ്ട്രീയ ചരിത്രം, ന്യൂനപക്ഷ രാഷ്ട്രീയ മുസ്ലിം രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. അത്തരം ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ലീഗ് നേതൃത്വം സംസ്ഥാന തലം മുതൽ ബൂത്ത് തലം വരെ നീക്കുപോക്കുകളും ചർച്ചകളുമായി കഴിഞ്ഞു. ഒരു സഖ്യപ്രഖ്യാപനം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ചർച്ച തുടരുന്നു എന്ന് തന്നെയാണ് മജീദും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി MP അത് ആവർത്തിച്ച് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും വ്യക്തമാക്കിയതാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സമസ്തയുടെ നിർണായകമായ നിലപാട് വരുന്നത്. സമസ്ത വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടവില്ലാത്ത വിധം പറയുന്നു, ലീഗിന് ഒരു കാരണവശാലും ഇവരുമായി സഖ്യം ചേരാൻ പറ്റില്ല. സഖ്യം ചേരുകയാണെങ്കിൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായിരിക്കും. അതിലൊരു കാര്യം എടുത്തു ഞാൻ ചോദിച്ചത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും, നേട്ടമായിരിക്കുമോ കോട്ടമായിരിക്കുമോ? കൃത്യമായ ഉത്തരം ഇതായിരുന്നു, വലിയ നേട്ടം, വലിയ കോട്ടമുണ്ടാക്കും, നേട്ടമുണ്ടാകില്ല. കാരണം അവർക്ക് പൊതു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനുള്ള അവരുടെ തന്ത്രത്തിൽ ലീഗ് പോയി പെടുക, അല്ലെങ്കിൽ ഒരു മതേതര സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി പോയി പെടുക എന്നത് മാത്രമായിരിക്കും ഇതിൻ്റെ ഫലം. അല്ലാതെ ലീഗിന് ഒരു നേട്ടവും ഉണ്ടാകില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സമസ്ത നേതൃത്വം. ദീപക് ധർമ്മടമാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തലക്കെട്ടായിരുന്നു ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ സമസ്തയുടെ പ്രതികരണം, SYSന്റെ പ്രതികരണം. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നൽകിയത്. വരും ദിവസങ്ങളിൽ കുറെ കൂടി ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വാർത്തയാണ്. ന്യൂസ് ട്രാക്ക് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിലെ ബ്ലാക്ക്മെയിൽ തട്ടിപ്പ് കേസിൽ കൂടുതൽ വിവരങ്ങൾ IG വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിർണായകമായ ചില ചോദ്യം ചെയ്യലുകളും കൊച്ചിയിൽ നടക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രാക്ക് പരിശോധിക്കുന്നത് കൊച്ചി ബ്ലാക്ക്മെയിൽ തട്ടിപ്പ് കേസിൽ ഇന്ന് നടന്ന ചില നീക്കങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം IG വിജയ് സാഖറെയുടെ വെളിപ്പെടുത്തലായിരുന്നു. കൊച്ചി ബ്ലാക്ക്മെയിൽ കേസിൽ ഇനി 3 പേർ പിടിയിലാകാനുണ്ട്, അവർ ഒളിവിലാണ് എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ IG വിജയ് സാഖറെ പറഞ്ഞത്. കേസിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരാണ് ഇനിയും ഒളിവിലുള്ളത്. അതിനിടയിൽ കേസിൽ കാസർകോട്ടെ ടിക്ടോക്ക് താരത്തിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് കൊച്ചിയിൽ. ജൂൺ 20-ന് ഷംന കാസിമിന്റെ വീട്ടിലെത്തിയ ചലച്ചിത്ര നിർമ്മാതാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിർമ്മാതാവിന്റെ പേര് പല ഘട്ടങ്ങളിലായി അന്വേഷണ സംഘത്തിന് മൊഴി എന്ന മട്ടിൽ ലഭിച്ചിരുന്നു. അത് വിശദമായി പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് IG-യുടെ വാക്കുകൾ കേൾക്കാം. അത് ഒരു സിനിമ നിർമ്മാതാവുണ്ട്. ഇയാൾക്ക് ആരുമെങ്കിൽ ഷംന അങ്ങനെ ഇംപെർസോനേറ്റ് ചെയ്തിട്ട് മെസ്സേജസ് അയച്ചതാണ്. ഓക്കെ, ഈ മെസ്സേജസ് ഒരു വിദേശത്തുള്ള നമ്പർ ഉപയോഗിച്ചിട്ട് അയച്ചതാണ്. ഇയാൾ ഷംനയുടെ വീട്ടിൽ ചെന്നിരുന്നു. അത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ആരാണ് ചെയ്തത് ഇപ്പൊ കണ്ടുപിടിക്കാം. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. ആദ്യം ഗോൾഡ് സ്മഗ്ലിംഗ്, അതിനു മുമ്പ് ഷൂട്ടിംഗ്, മൂന്നാമത് കല്യാണത്തിന്റെ പ്രപ്പോസൽ, നാലാമത്തെ ഇതാണ്. ശരി, അങ്ങനെ ഇത് ഈ ആൾക്കാർ ചെയ്ത കോൺ ഉണ്ടാവും. അത് നിങ്ങൾ അന്വേഷിക്കണുണ്ട്. ഈ ആരുമെങ്കിൽ ഷംന കാസിം ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് മെസ്സേജസ് ഈ പ്രൊഡ്യൂസർക്ക് അയച്ചതാണ്. പിന്നെ വീട്ടിൽ വരാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് ശേഷം അവിടെ അമ്മ ബാക്കി ആളുണ്ടായിരുന്നു. കാരണം ആരും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇയാൾ ഓടിപ്പോയി. ഇയാൾക്ക് വീട്ടിൽ കയറാൻ അലൗ ചെയ്തിട്ടില്ല, ആൾക്കാർ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് ഒരു വിദേശത്ത് ഉള്ള നമ്പർ നിന്നും മെസ്സേജ് വന്നതാണ്. ഷംന കാസിം ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് വിദേശത്ത് ഉള്ള നമ്പർ ഉപയോഗിച്ചിട്ട് മെസ്സേജ് അയച്ചതാണ്. അതാണ് അത്. ആരാണ് അയച്ചത്, എന്തുകൊണ്ടാണ് അയച്ചത്, ഇതെല്ലാം ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ, സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. സഹിൻ, അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ ടിക്ടോക്ക് താരത്തെ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണം, അയാളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അയാൾ അന്വേഷണ സംഘത്തോട് പറയുന്നത്? ഈ നിർമ്മാതാവിനെ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ എന്താണ്? അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ ഉടൻ? വിജയകുമാരൻ ടിക്ടോക്ക് താരത്തിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചിരിക്കുകയാണ്. തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്നുള്ള മൊഴിയാണ് ടിക്ടോക്ക് താരം നൽകിയിരിക്കുന്നത്. അപ്പൊ തന്നെ നിർമ്മാതാവിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ നിർമ്മാതാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്യും.
എന്തായാലും ടിക്ടോക്ക് താരം പറയുന്നത് തനിക്ക് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല, തന്റെ ചിത്രം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ്, അതിൽ തന്റെ അറിവോടുകൂടിയല്ല എന്നുള്ള മൊഴി അന്വേഷണ സംഘത്തിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. ശരി സഹിൻ, ഈ കേസിന്റെ തുടരന്വേഷണം നമുക്ക് കൃത്യമായി നിരീക്ഷിക്കാം. എന്തൊക്കെയാണ് ഈ പിടിയിലാകാനുള്ള പ്രതികളെ കേന്ദ്രീകരിച്ച് പുറത്തു വരാനുള്ള വിവരങ്ങളൊന്നും നമുക്ക് പരിശോധിക്കാം. വേഗത്തിൽ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി അറിയിച്ചു. ചോദ്യം ചെയ്യാൻ 2 സാക്ഷികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. വിജിലൻസിന്റെ പക്കൽ നിന്നും ആ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, ഈ എൻഫോഴ്സ്മെന്റ് പറയുന്നത് വിജിലൻസ് രേഖകൾ നൽകുന്നില്ല, അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരു ബുദ്ധിമുട്ടാണോ എൻഫോഴ്സ്മെന്റ് കോടതി അറിയിച്ചത്? അങ്ങനെ തന്നെയാണ് വിജയൻ. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി എൻഫോഴ്സ്മെന്റിനോട് നിർദ്ദേശിച്ചിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു റിപ്പോർട്ട് വെച്ചത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം, ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2 സാക്ഷികളെ ഇതിനോടകം ചോദ്യം ചെയ്തു. ജൂലൈ 1-നാണ് 2 സാക്ഷികളെ ചോദ്യം ചെയ്തത്. ഇവർക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തതെന്നും പറയുകയുണ്ടായി എൻഫോഴ്സ്മെന്റ്. പക്ഷേ അവർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു ആക്ഷേപം വിജിലൻസ് തങ്ങൾ ആവശ്യപ്പെട്ട തെളിവുകൾ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ചില സാക്ഷിമൊഴികളും ചില രേഖകളും നൽകിയിട്ടുണ്ട്, പക്ഷേ നിർണായകമായ ഒരു രേഖകളും കൈമാറാൻ തയ്യാറായില്ല. 5 തവണ കത്തയച്ചു ഈ രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട്. പക്ഷേ ഇതുവരെയും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. 10 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട നിർണായക രേഖ ചോദിച്ചത് പലതവണ ചോദിച്ചു. ഇവയൊന്നും തന്നെ ഇതുവരെയും വിജിലൻസ് നൽകിയിട്ടില്ല. അന്വേഷണം വേഗം പൂർത്തിയാക്കാൻ വിജിലൻസ് സഹകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ ഇന്ന് എൻഫോഴ്സ്മെന്റ് അറിയിച്ചത്. അതിനനുസരിച്ചുള്ള നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും എൻഫോഴ്സ്മെന്റ് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർണായക തീരുമാനമാണ്. കേരള കോൺഗ്രസിനെ മുന്നിലെടുക്കാനുള്ള ചർച്ചയിൽ തിരക്ക് കൂട്ടേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. സമവായ നീക്കങ്ങൾ UDF-ൽ സജീവമാണ് എന്നതാണ് അതിന് കാരണമായി CPM പറയുന്നത്. ജോസ് വിഭാഗം ആദ്യം അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം മതി ഇടതുമുന്നണിയുമായുള്ള ചർച്ചകൾ എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അതുവരെ കാത്തിരിക്കാനും CPM തീരുമാനിച്ചു. തനേഷ് തമ്പി ഇപ്പോൾ വരുന്ന ഈ ബ്രേക്കിംഗ് ന്യൂസിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, എന്താണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം? കാത്തിരിക്കുക, ആദ്യം ജോസ് കെ മാണി നിലപാട് പറയട്ടെ, അങ്ങനെ തന്നെയാണല്ലേ? തീർച്ചയായും ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കാതെ ഇക്കാര്യത്തിൽ മറ്റു തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇപ്പോഴും UDF-ൽ സമവായ ചർച്ചകൾ സജീവമാണ്. അതിന്റെ ഗതി എങ്ങനെയാണ് എന്നുള്ളത് കൂടി നോക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നിലപാടിൽ ജോസ് കെ മാണി ഉറച്ചു നിൽക്കുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. എന്തായാലും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവർ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാത്രം മറ്റ് ചർച്ചകളിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ഇപ്പോൾ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒക്കെ എടുത്തിരിക്കുന്ന തീരുമാനം. മാത്രമല്ല അതിനുശേഷം മാത്രം ഇടതുമുന്നണിയിൽ ഇക്കാര്യം ഉന്നയിച്ചാൽ മതി എന്നും CPIM തീരുമാനിക്കുന്നു. ഇപ്പോഴത്തെ കലഹം UDF-നെ ശിഥിലമാക്കും എന്നാണ് CPIM വിലയിരുത്തുന്നത്. മാത്രമല്ല ജോസ് വിഭാഗം LDF-ലേക്ക് വന്നാലും ഇല്ലെങ്കിലും അത് ഇടതുമുന്നണിക്ക് നേട്ടമാണ് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി CPIM നടത്തുന്നു. ഇടതുമുന്നണി കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും വളരെ കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇപ്പോൾ ധൃതി വേണ്ട ഇക്കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി എടുത്തിരിക്കുന്നത്. കൂടുതൽ ചർച്ചകളിലേക്ക് പിന്നീട്, അതായത് ജോസ് കെ മാണി വിഭാഗത്തിന്റെ കൃത്യമായ രാഷ്ട്രീയ നിലപാട് പുറത്തു വന്നതിന് ശേഷം മാത്രം പോയാൽ മതി എന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ CPIM എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ് ആ തീരുമാനം. തൽക്കാലം ജോസ് കെ മാണി രാഷ്ട്രീയ നിലപാട് അറിയിക്കട്ടെ, അതിനുശേഷം ഇടതുമുന്നണിയിലേക്ക് വരണമോ എന്ന ചർച്ച തുടങ്ങിയാൽ മതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നു. കാരണം UDF-ലും അനുനയ നീക്കങ്ങൾ ശക്തമാണ്. അതുകൊണ്ട് ധൃതി കൂട്ടി ഒരു തീരുമാനം എടുക്കേണ്ടതില്ല, കാത്തിരിക്കുക ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ഏതായാലും ഇത് ജോസ് കെ മാണി വിഭാഗത്തിൽ നടക്കുന്ന ചർച്ചകളെയും സ്വാധീനിച്ചേക്കാം. ഈ നിമിഷം വരാൻ ഇരിക്കുന്ന വലിയ ഒരു വാർത്തയുണ്ട്. അതിൻ്റെ സ്വഭാവം ഇതാണ്. പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദി ഇന്ന് നടത്തിയ ലഡാക്കിൽ സൈനികരോട് നടത്തിയ പ്രസംഗം, അത് അല്പസമയത്തിനകം വാർത്താ ഏജൻസിയായ ANI അത് പുറത്തുവിടും. ANI ആ പ്രസംഗം മുഴുവൻ നൽകും. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദീസ് അഡ്രസ് ടു സോൾജിയേഴ്സ് ഇൻ നിമുവിൽ നടത്തിയതാണ്. നിമുവിലാണ് അദ്ദേഹം ഇന്ന് സൈനികരെ അഭിസംബോധന ചെയ്തത്. ലഡാക്കിലെ നിമുവിന്റെ പ്രത്യേകത അറിയാം. നിമു ഏറ്റവും ക്ലോസ് ആയ, ചൈനയുമായി ഏറ്റവും ക്ലോസ് ആയ ഒരു യുദ്ധമുഖമാണ്. അവിടെയാണ് പ്രധാനമന്ത്രി
പ്രധാനമന്ത്രി അവിടെ ഇന്ന് സൈനികരെ അഭിസംബോധന ചെയ്തത് സമുദ്രനിരപ്പിൽ നിന്നും 11,000 അടി ഉയരത്തിലുള്ള ഫ്രണ്ട് ലൈൻ ഏറ്റവും മുന്നണി അതാണ് പ്രധാനമന്ത്രിയുടെ തത്സമയ പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമുക്ക്. साथियों, आपका ये हौसला, आपका शौर्य और मां भारती के मान सम्मान की रक्षा के लिए आपका समर्पण अतुलनीय है. आपकी जीवटता भी दुनिया में किसी से भी कम नहीं है. जिन कठिन परिस्थितियों में, जिस ऊंचाई पर आप मां भारती की ढाल बन करके उसकी रक्षा करते हैं, उसकी सेवा करते हैं, उसका मुकाबला पूरे विश्व में कोई नहीं कर सकता है. आपका साहस उस ऊंचाई से भी ऊंचा है जहां आप तैनात हैं. आपका निश्चय उस घाटी से भी सख्त है जिसको रोज आप अपने कदमों से नापते हैं. आपकी भुजाएं उन चट्टानों जैसी मजबूत है जो आपके इर्द गिर्द खड़ी है. आपकी इच्छा शक्ति आसपास के पर्वतों जितनी अटल है. आज आपके बीच आकर मैं इसे महसूस कर रहा हूं, साक्षात अपनी आंखों से इसे देख रहा हूं. साथियों, जब देश की रक्षा आपके हाथों में है, आपके मजबूत इरादों में है, तो एक अटूट विश्वास है. सिर्फ मुझे नहीं, पूरे देश को अटूट विश्वास है और देश निश्चिंत भी है. आप जब सरहद पर डटे हैं तो यही बात प्रत्येक देशवासी को देश के लिए दिन रात काम करने के लिए प्रेरित करती है. आत्मनिर्भर भारत का संकल्प आप लोगों के कारण, आपके त्याग बलिदान पुरुषार्थ के कारण और मजबूत होता है. और अभी जो आपने और आपके साथियों ने वीरता दिखाई है, उसने पूरी दुनिया में यह संदेश दिया है कि भारत की ताकत क्या है. और मैं मेरे सामने महिला फौजियों को भी देख रहा हूं. युद्ध के मैदान में, सीमा पर यह दृश्य अपने आप को प्रेरणा देता है. साथियों, राष्ट्र कवि रामधारी सिंह दिनकर जी ने लिखा था, जिनके सिंहनाद से सहमी, जिनके सिंहनाद से सहमी धरती रही अभी तक डोल. कलम
आज उनकी जय बोल, कलम आज उनकी जय बोल। तो मैं आज अपनी वाणी से आपकी जय बोलता हूं, आपका अभिनंदन करता हूं। मैं गलवान घाटी में शहीद हुए अपने वीर जवानों को भी पुनः श्रद्धांजलि अर्पित करता हूं। इनमें पूरब से, पश्चिम से, उत्तर से, दक्षिण से देश के हर कोने के वीर अपना शौर्य दिखाते थे। उनके पराक्रम, उनके सिंहनाद से धरती अब भी उनका जयकारा कर रही है। आज हर देशवासी का सिर आपके सामने, अपने देश के वीर सैनिकों के सामने आदरपूर्वक नतमस्तक होकर के नमन करता है। आज हर भारतीय की छाती आपकी वीरता और पराक्रम से फूली हुई है। साथियों, सिंधु के आशीर्वाद से ये धरती पुण्य हुई है। वीर सपूतों के शौर्य और पराक्रम की गाथाओं को ये धरती अपने आप में समेटे हुए है। लेह लद्दाख से लेकर करगिल और सियाचिन तक, रेजांगला की बर्फीली चोटियां से लेकर गलवान घाटी के ठंडे पानी की धारा तक, हर चोटी, हर पहाड़, हर जर्रा जर्रा, हर कंकड़ पत्थर भारतीय सैनिकों के पराक्रम की गवाही देते हैं। 14 कोर की जांबाजी के किस्से तो हर तरफ है। दुनिया ने आपका अदम्य साहस देखा है, जाना है। आपकी शौर्य गाथाएं घर घर में गूंज रही है और भारत माता के दुश्मनों ने आपकी फायर वही देखी है और आपकी फ्यूरी भी। साथियों, लद्दाख का तो ये पूरा हिस्सा ये भारत का मस्तक है। 130 करोड़ भारतीयों के मान सम्मान का प्रतीक है। ये भूमि भारत के लिए सर्वस्व त्याग करने के लिए हमेशा तैयार रहने वाले राष्ट्रभक्तों की धरती है। इस धरती ने कुशक बकुला रिंपोचे जैसे महान राष्ट्रभक्त देश को दिए हैं। ये रिंपोचे जी ही उन्हीं के कारण जिन्होंने दुश्मन के नापाक इरादों में स्थानीय लोगों को लामबंद किया। रिंपोचे की अगुवाई में यहां अलगाव पैदा करने की हर साजिश को लद्दाख की राष्ट्रभक्त जनता ने नाकाम किया। ये इन्हीं के प्रेरक प्रयासों का परिणाम था कि देश को, भारतीय सेना को लद्दाख स्काउट नाम से इन्फेंट्री रेजिमेंट बनाने का प्रेरणा मिली। आज लद्दाख के लोग
हर स्तर पर, चाहे वो सेना हो या सामान्य नागरिक के कर्तव्य हो, राष्ट्र को सशक्त करने के लिए अद्भुत योगदान दे रहे हैं। साथियों, हमारे यहां कहा जाता है, खड्गेन आक्रम्य भंजितः, खड्गेन आक्रमः भुंजितः, वीर भोग्या वसुंधरा, यानी वीर अपने शस्त्र की ताकत से ही धरती की, मातृभूमि की रक्षा करते हैं। ये धरती वीर भोग्या है, वीरों के लिए है। इसकी रक्षा सुरक्षा को हमारा समर्थ और सामर्थ्य, हमारा संकल्प हिमालय जितना ही ऊंचा है। ये सामर्थ्य और ये संकल्प में इस समय आपकी आंखों में मैं देख सकता हूं, आपके चेहरों पर ये साफ साफ नजर आता है। आप उसी धरती के वीर हैं जिसने हजारों वर्षों से अनेकों आक्रांताओं के हमलों को, अत्याचारों का मुंह तोड़ जवाब दिया है। हम, और ये हमारी पहचान है, हम वो लोग हैं जो बांसुरीधारी कृष्ण की पूजा करते हैं, तो हम वही लोग हैं जो सुदर्शन चक्रधारी कृष्ण को भी आदर्श मान करके चलते हैं। इसी प्रेरणा से हर आक्रमण के बाद भारत और सशक्त होकर उभरा है। साथियों, राष्ट्र की, दुनिया की, मानवता की प्रगति के लिए शांति और मित्रता हर कोई स्वीकार करता है, हर कोई मानता है बहुत जरूरी है। लेकिन हम ये भी जानते हैं कि शांति निर्बल कभी नहीं ला सकता। कमजोर शांति की पहल नहीं कर सकता। वीरता ही शांति की पूर्व शर्त होती है। भारत आज जल, थल, नभ और अंतरिक्ष तक अगर अपनी ताकत बढ़ा रहा है तो उसके पीछे का लक्ष्य मानव कल्याण ही है। भारत आज आधुनिक अस्त्र शस्त्र का निर्माण कर रहा है। दुनिया के आधुनिक से आधुनिक तकनीक भारत की सेना के लिए ला रहे हैं, तो उसके पीछे की भावना भी यही है। भारत अगर आधुनिक इंफ्रास्ट्रक्चर का निर्माण तेजी से कर रहा है तो उसके पीछे का संदेश भी यही है। विश्व युद्ध को अगर हम याद करें, विश्व युद्ध हो या फिर शांति की बात, जब भी जरूरत पड़ी है, विश्व ने हमारे वीरों का पराक्रम भी देखा है और विश्व शांति के उनके प्रयासों को महसूस भी किया है। हमने हमेशा मानवता की, इंसानियत की, ह्यूमैनिटी की रक्षा और सुरक्षा के लिए काम किया है, जीवन खपाया है।
आप सभी भारत के इसी लक्ष्य को, भारत की इसी परंपरा को, भारत की इस महान संस्कृति को स्थापित करने वाले अगवा लीडर हो। साथियों, महान संत तिरुवल्लुवर जी ने सैकड़ों वर्ष पूर्व कहा था, मारामाणम मांडह वड़ी चेलव तेतुम येना नानगे येमम पढ़ाई कहा, यानी शौर्य, सम्मान, मर्यादा पूर्ण व्यवहार की परंपरा और विश्वसनीयता, ये 4 गुण किसी भी देश की सेना का प्रतिबिंब होते हैं। भारत की सेनाएं हमेशा से इसी मार्ग पर चली है। साथियों, विस्तारवाद का युग समाप्त हो चुका है। ये युग विकासवाद का है। तेजी से बदलते हुए समय में विकासवाद ही प्रासंगिक है। विकासवाद के लिए ही अवसर है और विकासवाद ही भविष्य का आधार भी है। बीती शताब्दियों में विस्तारवाद ने ही मानवता का सबसे ज्यादा हित किया, मानवता को विनाश करने का प्रयास किया। विस्तारवाद की जीत जब किसी पर सवार हुई है, उसने हमेशा विश्व शांति के सामने खतरा पैदा किया है। और साथियों, ये न भूले, इतिहास गवाह है कि ऐसी ताकतें मिट गई हैं या मुड़ने के लिए मजबूर हो गई है। विश्व का हमेशा यही अनुभव रहा है और इसी अनुभव के आधार पर अब इस बार फिर से पूरे विश्व ने विस्तारवाद के खिलाफ मन बना लिया है। आज विश्व विकासवाद को समर्पित है और विकास की खुली स्पर्धा का स्वागत कर रहा है। साथियों, जब जब मैं राष्ट्र रक्षा से जुड़े किसी निर्णय के बारे में सोचता हूं, तो मैं सबसे पहले 2 माताओं का स्मरण करता हूं। जब भी मैं राष्ट्र रक्षा के विषय में सोचता हूं, तो मैं सबसे पहले 2 माताओं का स्मरण करता हूं। पहली, हम सभी की भारत माता। जब मैं 2 माताओं का स्मरण करता हूं, पहली हम सभी की भारत माता और दूसरी वे वीर माताएं, जिन्होंने आप जैसे पराक्रमी योद्धाओं को जन्म दिया है। मैं उन 2 माताओं का स्मरण करता हूं। मेरे निर्णय की कसौटी यही है। इसी कसौटी पर चलते हुए आपके सम्मान, आपके परिवार के सम्मान और भारत माता की सुरक्षा को देश
सर्वोच्च प्राथमिकता देता है। सेनाओं के लिए आधुनिक हथियार हो या आपके लिए जरूरी साजो सामान, इन सभी पर हम बहुत ध्यान देते रहे हैं। अब देश में बॉर्डर इंफ्रास्ट्रक्चर पर खर्च करीब करीब 3 गुना कर दिया गया है। इससे बॉर्डर एरिया डेवलपमेंट और सीमा पर सड़कें पुल बनाने का काम भी बहुत तेजी से हुआ है। इसका एक बहुत बड़ा लाभ यह भी हुआ है कि अब आप तक सामान भी कम समय में पहुंचता है। साथियों, सेनाओं में बेहतर समन्वय के लिए लंबे समय से जिसकी आशा थी, वो चीफ ऑफ डिफेंस स्टाफ के पद का गठन करने की बात हो या फिर नेशनल वॉर मेमोरियल का निर्माण, 1 रैंक 1 पेंशन का फैसला हो या फिर आपके परिवार की देखरेख से लेकर शिक्षा तक की सही व्यवस्था के लिए लगातार काम देश आज हर स्तर पर अपनी सेनाओं और सैनिकों को मजबूत कर रहा है। साथियों, भगवान गौतम बुद्ध ने कहा है, साहस का संबंध प्रतिबद्धता से है, कन्विक्शन से है। साहस करुणा है, साहस कंपेशन है। साहस वो है जो हमें निर्भीक और अड़िग होकर सत्य के पक्ष में खड़े होना सिखाएं। साहस वो है जो हमें सही को सही कहने और करने की ऊर्जा देता है। साथियों, देश के वीर सपूतों ने गलवान घाटी में जो अदम्य साहस दिखाया, वो पराक्रम की पराकाष्ठा है। देश को आप पर गर्व है, आप पर नाज है। आपके साथ ही हमारे आईटीबीपी के जवान हो, बीएसएफ के साथी हो, हमारे बीआरओ और दूसरे संगठनों के जवान हो, मुश्किल हालात में काम कर रहे हैं, इंजीनियर हो, श्रमिक हो, आप सभी अद्भुत काम कर रहे हैं। हर कोई कंधे से कंधा मिलाकर मां भारती की रक्षा के लिए, मां भारती की सेवा में समर्पित है। आज आप सभी की मेहनत से देश अनेक आपदाओं से एक साथ और पूरी दृढ़ता से लड़ रहा है। आप सभी से प्रेरणा लेते हुए हम मिलकर हर चुनौती पर, मुश्किल से मुश्किल चुनौती पर
विजय प्राप्त करते रहे हैं, विजय प्राप्त करते रहेंगे। जिस भारत के सामने और हम सब ने जिस भारत के सपने को लेकर और विशेष रूप से आप सब सरहद पर देश की रक्षा कर रहे हैं, हम उस सपने का भारत बनाने के लिए, आपके सपनों का भारत बनाने के लिए 130 करोड़ देशवासी भी पीछे नहीं रहेंगे, ये मैं आज आपको विश्वास दिलाने आया हूं। हम एक सशक्त और आत्मनिर्भर भारत बनाएंगे, बना करके ही रहेंगे। और आपसे प्रेरणा जब मिलती है तो आत्मनिर्भर भारत का संकल्प भी और ताकतवर हो जाता है। मैं फिर एक बार आप सभी का हृदय से बहुत बहुत अभिनंदन करता हूं, बहुत बहुत धन्यवाद करता हूं। मेरे साथ पूरी ताकत से बोलिए, भारत माता की, भारत माता की, भारत माता की, वंदे वंदे वंदे। പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിമുവിലെ സൈനിക ക്യാമ്പിൽ 14ാം റെജിമെന്റിനെ അഭിസംബോധന ചെയ്ത് രാവിലെ സംസാരിച്ചതിന്റെ ദൃശ്യങ്ങൾ, ആ പ്രസംഗമാണ് ഇപ്പോൾ നൽകിയത്. വാർത്താ ഏജൻസി ഇപ്പോൾ നൽകിയതാണ് ആ പ്രസംഗം. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട ആ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയെ കടന്നാക്രമിച്ചു. ഇതാദ്യമായാണ് ഇത്രയും കടുത്ത ഭാഷയിൽ പ്രധാനമന്ത്രി ചൈനയെ വിമർശിക്കുന്നത്. ഭൂവിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുന്നവരുടെ കാലം കഴിഞ്ഞുവെന്നാണ് പ്രധാനമന്ത്രി ചൈനയെ പേരെടുത്തു പറയാതെ വിമർശിച്ചത്. അത്തരക്കാർക്ക് എതിരാണ് ലോകം, അത്തരക്കാർക്കെതിരെ ലോകം ഒരുമിച്ച് നിലകൊള്ളുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇത് കൃത്യമായി ചൈനയ്ക്കുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. സാമ്രാജ്യത്വ വിപുലീകരണത്തിന് ശ്രമിക്കുന്നവർ ചരിത്രത്തിൽ പരാജയപ്പെട്ടതാണ് നമ്മൾ കണ്ടത്. ആ ചരിത്ര കാഴ്ച ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭൂമിയുടെ വലിപ്പം കൂട്ടാൻ ശ്രമിക്കുന്നവരുടെ കാലം അസ്തമിച്ചു കഴിഞ്ഞു. അവർക്ക് ലോകത്ത് ഇടമുണ്ടാവില്ല. മറിച്ച് വികസനത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വികസനത്തിന് അവസരമൊരുക്കുന്നവരുടെ കാലമാണ് ഇനി വരാൻ പോകുന്നത്. അവരെയാണ് ലോകം ഇനി സ്വീകരിക്കുന്നത്. ഭൂവിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുന്നവർ, കയ്യേറ്റത്തിനും പിടിച്ചടക്കലിനും ശ്രമിക്കുന്നവരുടെ യുഗം അവസാനിച്ചു. അവർക്കെതിരാണ് ലോകം. അത്തരക്കാർക്കെതിരെ ലോകം ഒരുമിച്ച് നിൽക്കണമെന്ന് ചൈനയുടെ പേരെടുത്തു പറയാതെ, എന്നാൽ ഇന്ത്യൻ അതിർത്തിയിൽ നിരന്തരമായി അതിക്രമിച്ചു കയറാൻ ശ്രമിക്കുന്ന ചൈനയെ പേരെടുത്തു പറയാതെ അവരെ വിമർശിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പ്രസംഗത്തിൽ ആകെ ചെയ്തത്. വളരെ കൃത്യമായ സന്ദേശം, ശക്തമായ സന്ദേശം പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിലുടനീളം നൽകി എന്നതും ശ്രദ്ധേയമാണ്. ഇന്ന് ലഡാക്കിലെത്തിയ പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നതിന്, അവരോടൊപ്പമാണ് രാജ്യം മുഴുവൻ എന്ന സന്ദേശം നൽകുന്നതിനാണ് ആ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗമാകെ ശ്രമിച്ചത്. ഗാൽവനിലെ മൺതരികൾ പോലും നിങ്ങളുടെ ധീരതയിൽ പുളകിതരാകുന്നുവെന്ന് പ്രധാനമന്ത്രി പറയുന്നു. ആ നിലയിൽ പ്രധാനമന്ത്രി സൈനികരെ ആകെ ഉത്തേജിപ്പിക്കുന്ന ആ പ്രസംഗമാണ് ഏതാണ്ട് അരമണിക്കൂറോളം നടത്തിയത്. അതിനിടയിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗാൽവൻ 130 കോടി ഇന്ത്യൻ ജനങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, അഭിമാനത്തിൻ്റെ പ്രതീകമാണ്. ഗാൽവൻ താഴ്വര വിട്ടുകൊടുത്തുകൊണ്ടോ അത് അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കീഴടങ്ങലിനും രാജ്യം സന്നദ്ധമല്ല, ഒത്തുതീർപ്പിനും രാജ്യം സന്നദ്ധമല്ല എന്ന് പ്രധാനമന്ത്രി ഇപ്പോൾ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്, വ്യക്തമാക്കിയിരിക്കുകയാണ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് രാജ്യം തയ്യാറല്ല എന്ന് പ്രധാനമന്ത്രി സന്ദേശം നൽകിയിരിക്കുന്നു ചൈനയ്ക്ക്. ഗാൽവൻ ഇന്ത്യയുടേതാണ്, ഗാൽവൻ ഇന്ത്യയിലെ 130 കോടി ജനങ്ങളുടെയും അഭിമാനത്തിൻ്റെ പ്രതീകമാണെന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഗാൽവൻ താഴ്വരയിൽ നിന്നും സേനാ പിന്മാറ്റം, അല്ലെങ്കിൽ ഗാൽവൻ താഴ്വരയിലെ ഇന്ത്യൻ സേനയുടെ സാന്നിധ്യത്തിൽ ഒരു കുറവും വരുത്തില്ല എന്നാണ് പ്രധാനമന്ത്രി ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചൈനയുടെ കടന്നുകയറ്റത്തെ ശക്തമായി പ്രതിരോധിച്ച, അതിൽ വിജയിച്ച ഇന്ത്യൻ സേനാംഗങ്ങളോട് അവരെ ഓർത്ത് രാജ്യമാകെ അഭിമാനം കൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സൈനികരെ പ്രകീർത്തിക്കുകയും അവരുടെ 20
സൈനികരുടെ ജീവത്യാഗത്തെ സമാനതകളില്ലാത്ത നടപടി എന്നുമാണ് പ്രധാനമന്ത്രി വിശദീകരിച്ചത്. രാജ്യം ഒന്നാകെ അവരോടൊപ്പം നിൽക്കും, രാജ്യമാകെ അവർക്ക് പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട പ്രസംഗമാണ് ലേയിൽ പ്രധാനമന്ത്രി നടത്തിയത്. ഇന്ത്യയുടെ ഏറ്റവും മുൻനിര സൈനിക പോസ്റ്റുകളിൽ ഒന്നായ നിമുവിലാണ് പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തത്. ഏറ്റവും ശക്തമായ ഏറ്റവും മുൻനിര പോസ്റ്റുകളിൽ ഒന്നാണ് നിമുവിലേത്. അവിടെയാണ് പ്രധാനമന്ത്രി സൈനികരെ അഭിസംബോധന ചെയ്തത്. തൊട്ടപ്പുറത്ത് ചൈനീസ് പട്ടാളമുണ്ട് എന്ന മട്ടിൽ തന്നെയാണ് പ്രധാനമന്ത്രി സൈനികരുമായി അവിടെ സംവദിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ ലേയിലെത്തിയ പ്രധാനമന്ത്രി അവിടെ നടത്തിയ ഹ്രസ്വമായ കൂടിക്കാഴ്ചകൾക്കും ഒക്കെ ശേഷമാണ് ലഡാക്കിലേക്ക് പോയത്. ലഡാക്കിലെ 2 മുൻനിര സൈനിക പോസ്റ്റുകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തി. 14-ാം നമ്പർ റെജിമെന്റിനെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. ഈ റെജിമെന്റാണ് ലഡാക്കിൽ സുരക്ഷ ഒരുക്കുന്നതിൽ നെടുനായകത്വം വഹിക്കുന്നത്. അവരെയാണ് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തത്. അതിനുശേഷം പ്രധാനമന്ത്രി ലഡാക്കിലെ ആർമി ഹോസ്പിറ്റലിലെത്തി പരിക്കേറ്റ ധീര ജവാന്മാരെ കാണുകയും അവരുമായി സംസാരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയോടൊപ്പം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്തും ഒപ്പം കരസേനാ മേധാവിയും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡൽഹിയിൽ ഇന്ന് തിരക്കിട്ട ചർച്ചകൾ ഇനി പ്രധാനമന്ത്രി നടത്തുന്നുണ്ട്. പ്രതിരോധ ഉപസമിതിയുടെ മന്ത്രിതല ഉപസമിതിയുടെ യോഗമാണ് അവിടെ നടക്കാനുള്ള. ആ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി പ്രതിരോധ ഉപദേഷ്ടാവ് അജിത് ഡോവലിനെയും ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അതുപോലെ പ്രതിരോധ മന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരെയും പ്രധാനമന്ത്രിയെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ 3 സേനാ മേധാവികളുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നാണ് മറ്റൊരു വിവരം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിർണായകമായ അതിർത്തി ചർച്ചകളും അതുപോലെ അതിർത്തി യോഗങ്ങളുമാണ്, സമാധാന ചർച്ചകളുമാണ് പ്രധാനമന്ത്രി ഇന്ന് ആദ്യം മുൻകൈ എടുത്ത് നടത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രി അത്തരം ചർച്ചകൾ അവസാനിപ്പിച്ച് സൈനിക നേതൃത്വത്തെ അഭിസംബോധന ചെയ്യുകയും നമ്മളുടെ ഫോർവേഡ് പോസ്റ്റുകളിലുള്ള സൈനികരെ കാണുകയും ചെയ്തു. ഇതാണ് പ്രധാനമന്ത്രി ഇതുവരെ നടത്തിയ യോഗങ്ങളുടെ ഒക്കെ ഒരു പൊതു സ്വഭാവം. പ്രധാനമന്ത്രിയുടെ ലഡാക്ക് സന്ദർശനം അല്പസമയത്തിനകം അവസാനിക്കും. വളരെ വിശദമായ പ്രസംഗമാണ്, ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട വളരെ വിപുലമായ പ്രസംഗമാണ് പ്രധാനമന്ത്രി ലഡാക്കിൽ നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ സൈനികർക്കൊപ്പമാണ് രാജ്യം മുഴുവൻ എന്ന വലിയ സന്ദേശം നൽകുന്നതിനോടൊപ്പം അവരുടെ ആത്മവിശ്വാസം വളർത്തുകയും ചൈനയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ഇന്ത്യയുടെ നയം ചൈനയുടെ കാര്യത്തിൽ എന്തായിരിക്കും, ഭൂവിസ്തൃതി കൂട്ടാൻ ശ്രമിക്കുന്ന സാമ്രാജ്യം എന്ന നിലയിൽ ചൈനയെ കണക്കാക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ന്യൂസ് റൗണ്ട് അപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രജിൻ കൂടുതൽ വിവരങ്ങളുമായി ചേരും. നമസ്കാരം.